ഹലോ, വെൽക്കം ബാക്ക്. സ്കൂൾ തുറന്ന ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ എത്ര പെട്ടെന്നാലേ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ പോകുന്നത്. ഇന്ന് മോനാണ് കേട്ടോ സ്കൂൾ തുറക്കുന്നത്. മോൾക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂൾ തുറന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മക്കളൊക്കെ എണീക്കാത്ത സമയത്ത് ഒറ്റയ്ക്ക് നമുക്ക് ഒരുപാട് സമയം കിട്ടും. കുറച്ച് നേരത്തെയൊക്കെ എണീക്കുകയാണെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരുപാട് സമയം കിട്ടും. അപ്പോൾ ഇതാ ടേബിളിൽ ഒരു ഇൻസെൻസൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. സ്മെല്ല് ഒരുപാട് വൈഡായിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. തൊട്ടടുത്ത് മാത്രമേ ഇതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുള്ളൂ. ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. കർട്ടനൊക്കെ ഒന്ന് നീക്കിയിടുകയാണ് കേട്ടോ. സാധാരണ കർട്ടന് തീരെ ഞാൻ നീക്കാറില്ല. വെയിലടിച്ചപ്പോൾ തലവേദന ആവുന്നതുകൊണ്ട് തന്നെ കർട്ടനും ജനലൊന്നും തുറന്നിടാറില്ല. കിച്ചണിലെ ജനൽ മാത്രമാണ് കേട്ടോ ആകെ ഒന്ന് തുറക്കുന്നത്. മോനിന്ന് മദ്രസ ഇല്ല, സ്കൂൾ മാത്രമേ ഉള്ളൂ. അവന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ ഇട്ട് കൊടുക്കുകയാണ്. മോന് ഇത്തവണ 8ാം ക്ലാസ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ പുതിയ സ്കൂളായതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ ഒന്ന് പോകണം. മോൾക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ആണ് സ്കൂൾ തുറന്നിട്ടുള്ളത്. രണ്ടാളെയും ഇത്തവണ ഒറ്റപ്പാലത്തേക്ക് മാറ്റി ചേർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കറിക്കുള്ള പ്രിപ്പറേഷൻസിലാണ്. അത്യാവശ്യം കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ചെയ്തു വെച്ചാൽ രാവിലെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ പണികളൊക്കെ തീർക്കാം കേട്ടോ. ഞാനിന്ന് ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത്. പത്തിരി നേരത്തെ തന്നെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അപ്പോൾ കറി ഉണ്ടാക്കാനുണ്ട്, അതുപോലെ പത്തിരി ആ ഒരു സമയത്തേക്ക് ചുട്ടെടുക്കാനും കൂടെ ഉണ്ട്. മോനിന്ന് രാവിലെ കുറച്ച് സമയം കിച്ചണിലുണ്ടായതുകൊണ്ട് അവനോടങ്ങനെ സംസാരിച്ച് സാവധാനമാണ് കേട്ടോ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പത്തിരിയും ബീഫ് കറിയുമാണ്. അതുപോലെ ലഞ്ച് മോനിന്ന് കൊണ്ടുപോകാനില്ല, പക്ഷേ അവൻ്റെ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ ലഞ്ചൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. ബീഫ് കറിക്ക് വേണ്ടിയിട്ട് കുക്കറിൽ എണ്ണ ഒഴിച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കനയില്ലാതെ അരിഞ്ഞ സവാള, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, പിന്നെ കുറച്ചധികം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി കുറച്ചധികം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് ബീഫിൻ്റെ കൂടെ ഒന്നിച്ച് വെച്ചാലും മതി, എന്നാലും ടേസ്റ്റ് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ്. സവാള തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറിയിലേക്കൊക്കെ ആണെങ്കിൽ മാക്സിമം കല്ലുപ്പ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് കഷ്ണങ്ങളിലേക്ക് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഈ ബീഫൊന്ന് വേവിച്ചെടുക്കണം. ചില സമയത്ത് ബീഫ് വെന്ത് കിട്ടാൻ നല്ല പണിയാണ്, പ്രത്യേകിച്ച് ഫ്രീസറിൽ വെച്ചതാണെങ്കിലൊക്കെ. ഇനി ബീഫിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തരക്കാനുണ്ട്. നമുക്ക് ഏകദേശം ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗത്ത് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പാനിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പെരുംജീരകം, കുരുമുളക്, പിന്നെ കാശ്മീരി മുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി തേങ്ങ കുറച്ചൊന്ന് നിറം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഭാഗത്ത് കറിയും ഒരു ഭാഗത്ത് തേങ്ങ വറുക്കാൻ വെച്ചതും പിന്നെ ഒരു ഭാഗത്ത് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ കട്ട് ചെയ്യലും ചോപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ പിന്നീട് ഒന്നിച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ആ ഒരു സമയത്ത് നല്ല ചൂടോടെ തന്നെ എല്ലാം കഴിക്കുകയും ചെയ്യാം. മോൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ മോളുടെ യൂണിഫോമിൻ്റെ 1-2 കാര്യങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ ലഞ്ചും കൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് ഉപ്പേരിയാണ്. തേങ്ങ അപ്പോഴേക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ക്യാരറ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ബീഫ് വേവിച്ച് നന്നായിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സി ഒന്ന് ചുഴറ്റിയിട്ട് ഇനി ഇതിൽ ചെറിയൊരു തിള വരുന്ന സമയത്ത് ഇത് ഓഫാക്കാം. കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് തടുക്ക പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് കറി ചെറിയൊരു തിള വന്നപ്പോൾ ഓഫാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. ചൂടൊന്നും പോയിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ച ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഡ്രസ്സൊന്ന് അയൺ ചെയ്തെടുക്കാനുണ്ട്. തലേന്ന് ചെയ്യാറില്ല കേട്ടോ. പലപ്പോഴും തലേന്ന് ചെയ്യാറില്ല. അധികം രാവിലെ
പോകാനുള്ള ആ ഒരു സമയത്താണ് ചെയ്തെടുക്കാറുള്ളത്. പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം വീട്ടിലായിരുന്നു. അപ്പോൾ തലേന്നാണ് വന്നത്. അന്ന് തന്നെ കുറേ വേറെ ഒരുപാട് പണികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് മക്കളുടെ രണ്ടാളുടെയും ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കാനുണ്ട്. സ്കൂളിൽ പോയിട്ട് പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉള്ളതുകൊണ്ട് എപ്പോഴാണ് തിരിച്ചെത്തുകയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ചോറിനുള്ള ഉപ്പേരി അതുപോലെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. കറിയൊക്കെ വന്നിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് 3ാമത്തെ ദിവസമാണ് കേട്ടോ പിന്നെ സ്കൂൾ തുറന്നത്. മോൾ ഇത്തവണ UKGയിലേക്കാണ്. രണ്ടാളും 2 ഭാഗത്താണ് കേട്ടോ സ്കൂളിൽ പോകുന്നത്. അങ്ങനെ ഇത് നമ്മളെല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി കാത്ത് നിൽക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അനങ്ങൻ മലയാണ് കേട്ടോ ആ കാണുന്നത്. ഇങ്ങനെ കാണുമ്പോൾ എന്തായാലും ഒന്ന് കുറച്ച് ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാതെ എന്തായാലും പോകാൻ തോന്നൂല. അത്രക്കും ഭംഗിയാണ്. മോൾക്ക് ഈ മലയൊക്കെ കണ്ടിട്ട് ഇവിടെ തന്നെ സ്കൂളിൽ ചേർന്നാൽ മതി എന്നാണ് കേട്ടോ പറയുന്നത്. അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതൊന്നും കാണില്ല. 9:30 ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. അങ്ങനെ നമ്മൾ മോൻ്റെ സ്കൂളിലെത്തി. അവിടെ കുട്ടികളെ വെൽക്കം ചെയ്യാനൊക്കെ ആയിട്ട് ചെണ്ടമേളമൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഇനാഗുറേഷനും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അത്രയൊന്നും നമ്മൾ നിന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നല്ല പൊള്ളുന്ന വെയിലാണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. മോനെ അവൻ്റെ ക്ലാസ്സിലേക്ക് ആക്കി കൊടുത്തു. കുറച്ച് പേരൻസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പല കുട്ടികളും ആദ്യം തന്നെ അവിടെ പഠിച്ചതാവും. കുറച്ചൊക്കെ മാത്രമേ പുതിയതുണ്ടാവുള്ളൂ. ഇനാഗുറേഷൻ്റെ ടൈം ആവുന്നേ ഉള്ളൂ കേട്ടോ. മോനെ ക്ലാസ്സിലാക്കിയതിന് ശേഷം കുറച്ച് നേരം പുറത്തുനിന്ന് വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ നമ്മളങ്ങനെ ഒറ്റപ്പാലത്തേക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ സ്കൂളിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് മല വരുന്നത്. അപ്പോൾ മോൾക്ക് ഇവിടെ മല കണ്ടതുകൊണ്ട് ഈ സ്കൂളിൽ തന്നെ ചേർന്നാൽ മതി, ഇവിടെ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ നമ്മളത് ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട്. മോൾക്ക് യൂണിഫോമിൻ്റെ ഒരു ട്രൗസേഴ്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാനും പിന്നെ വേറെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോൾക്ക് സ്കൂൾ തുറക്കാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ. അവൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് സ്കൂൾ തുറക്കുന്നത്. സ്കൂളിൽ പോകാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ അത്യാവശ്യം കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ കയറിയതാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. മോള് സാധാരണ ജ്യൂസൊന്നും കുടിക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ അവളുടെ യൂണിഫോമിന് വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് വന്നതാണ്. യൂണിഫോമിൻ്റെ ബാക്കിയൊക്കെ സ്കൂളിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒന്ന് മാത്രം പുറത്തുനിന്ന് വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. 2 തരം യൂണിഫോമാണ് കേട്ടോ ഉള്ളത്. ഇത് വെനസ്ഡേയിലേക്കുള്ളതാണ്. ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞത് മോളുടെ ഓപ്പണിംഗ് ഡേ ആണ് കേട്ടോ. ഞാനും മോളും കൂടെ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂൾ ബസ് ഉണ്ട്, പക്ഷേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവളെ കൊണ്ടുപോയാക്കുകയാണ്. പുതിയ സ്കൂളാണല്ലോ. പുതിയ സ്ഥലത്തേക്ക് മാറിയതിൻ്റെയോ പുതിയ സ്കൂളിലേക്ക് മാറിയതോ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. സ്കൂളിലേക്ക് പോകാൻ എന്തായാലും നല്ല ഇഷ്ടമാണ്. സ്കൂളിലേക്കും അംഗൻവാടിയിലൊക്കെ പോയിരുന്ന സമയത്തും അങ്ങനെ തന്നെ. മോൻ്റെ സ്കൂൾ കുറച്ചുകൂടെ അടുത്താണ്, 2-3 കിലോമീറ്റേഴ്സ് ഉള്ളൂ. മോൾക്ക് കുറച്ചൊരു ദൂരമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.